ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വിൻറ്റേജ് കാറുകൾ വർക്കെടുക്കുന്ന ഗാരേജിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം പഴയ കാറുകളൊക്കെ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇനി വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് എവിടുന്ന് മെയിൻറ്റെയിൻ ചെയ്യും, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണിത്. ശ്രീ മുരുക മോട്ടോർ വർക്ക്ഷോപ്പ്. ഇത് പഴയ വാഹനം അങ്ങോട്ട് ഒത്തിരി വണ്ടികൾ അവിടെ ഞാൻ കണ്ട് ഒരു കോൺടസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് എം ജിയുടെ വണ്ടി എന്ന് പറഞ്ഞത്. ഇതല്ല എം ജി ഏട്ടാ പറഞ്ഞേ? മോറിസ്, അതെ എം ജി. ആ, ബേബി ഹിന്ദുസ്ഥാൻ അല്ലേ, ചെറുത്. 1 2 3 ഓട്ടോമാറ്റിക്കാ? പഴയ മാനുവൽ. അടിപൊളി അടിപൊളി. ആ, പഴയ കോണ്ട. ഇതിൻ്റെ ഉള്ളിൽ വൻപം ശേഖരണം തന്നെ ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും. പിന്നെ വേണ്ട സ്പെയറും കാര്യങ്ങളൊക്കെ ഇവരെന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പുള്ളിക്കാരൻ റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ഡി ബെൻസ് മുതൽ ജീപ്പ് എല്ലാ ഐറ്റവും ഉണ്ട്. ഇതാണ് ഇവരെ നമ്പർ. അപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. പുള്ളിക്കാരൻ്റെ വീടാണ്, വർക്ക്ഷോപ്പും വീടും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. അതെ, ഇപ്പോൾ 24 hours വർക്കിൽ തന്നെയാണ്. അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. കണ്ടത് ഇത്രയും. പിന്നെ പുറത്ത് ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതാ? ഓ, അത് നിങ്ങളതാ? KEB. ആ, KLB. ഓക്കെ ഓക്കെ. ആ ബെൻസ്, ആ അത് മുഴുവൻ നിങ്ങൾ തന്നെ? ഓ, ഓരോരോ മോഡലില്. ഓക്കെ. ഇപ്പോൾ ഒരു വണ്ടി നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ തന്നെ പണിഞ്ഞിട്ട് വേറെ ആവശ്യക്കാർക്ക് കൊടുക്കും, അല്ലെ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ പഴയ വണ്ടി കിട്ടുമോ? പഴയ വണ്ടി പണിഞ്ഞ് ഫുൾ വർക്ക്, പാച്ച് വർക്ക് എല്ലാം നിങ്ങളുടെ കയ്യിൽ വണ്ടിയാണ് കൊടുത്ത് തന്നു കഴിഞ്ഞാൽ ഫുൾ പണി ഷോറൂം കണ്ടീഷൻ ആക്കി തരും, ആക്കി കൊടുക്കൂലേ? പിന്നെ അല്ലാതെ ജിപ്സി ഉണ്ട്. ഇതിനൊക്കെ എല്ലാ പണി. ഇത് എന്ത് പണിക്ക് വന്നാ? ഇത് പവർ ഷെയറിംഗ് ഫിറ്റ് ചെയ്യാൻ. ഓ, പവർ ഷെയറിംഗ് ഫിറ്റ് ചെയ്യാനും മാത്രമല്ല ഇതിന്റെ ഗിയർ കംപ്ലൈന്റ് ആയിരുന്നു. ഗിയർ കംപ്ലൈന്റ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ സെൻസർ പരമായിട്ടുള്ള വണ്ടികൾ മാത്രമാണ് എടുക്കാറ്, അതും ഗ്യാസുമാണ് എടുക്കാറ്. ബാക്കി എല്ലാ വിധത്തിലുള്ള വണ്ടികളും എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഇവരെ വണ്ടിയാണ് ഈ 1 2 3. ഈ HMO വെളിയിൽ നിന്ന് വന്നാലേ? ഓക്കെ. പുറത്തുനിന്ന് നിങ്ങൾക്ക് വണ്ടി വർക്കിന് സാധനം വരുത്തി കൊണ്ട് തന്നു, തന്നെ അത് ഫിറ്റ് ചെയ്യണം. ആ വണ്ടി ഇതാ, ഈ വണ്ടി. ഓക്കെ ഓക്കെ. ഒറിജിനൽ സാധനം കിട്ടി. ഒറിജിനല്ലേ ഈ വണ്ടിയിലെ? ആ, ജിമ്മിനി. പഴയ നമ്മള് ജിമ്മിനി അതാണല്ലേ ഇത്? ഞാനിത് HMO വിചാരിച്ചിക്ക. ഇത് ജെമിനി, ഇത് ജിപ്സി. ജിമ്മിനി എന്ന് പറഞ്ഞാ അതിന്റെ ഇതാണല്ലേ? അമേരിക്കൻ്റെ അല്ലേ? അത് ശരി. ഇതിപ്പോ എന്ത് വർക്കായിട്ട് വന്നാ? ഫുൾ പണിയായിട്ട് വന്നാ? ആ, കണ്ട്. ഇതിപ്പോ എന്ത് വർക്കായിട്ട് വന്നാ? ഇത് ഫുള്ള് പാച്ച് വർക്ക്, എഞ്ചിൻ കംപ്ലൈന്റ് ആയിരുന്നു. ഈ വണ്ടി ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഹൈദരാബാദിൽ നിന്ന് പണിയെടുക്കാനോ? ശരി. അപ്പൊ ഇതെങ്ങനെയാ അറിയാം നിങ്ങളെങ്ങനെയാ അറിയാം? പഴയ ആദ്യം ഇവിടെ ഉള്ള കസ്റ്റമറാണ് നിങ്ങളെ ഈ ഹൈദരാബാദിൽ നിന്ന് വന്നേ? അത് ശരി. അല്ല, ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ അങ്ങനെ വന്നാലേ? അപ്പൊ ഇതിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പണി. ഓ, ശരി. ഇതിനിപ്പോ എന്തൊക്കെയാ വർക്ക് പെൻഡിങ് ഉള്ളത്? റേഡിയേറ്റർ ഒക്കെ സൂട്ടൊക്കെ ചെയ്യാം ഇതിന്റെ തന്നെ ഇതിന്റെ ഏകദേശം സാമ്യം വരുന്ന സംഭവം നമ്മൾ വേറെ ഷൂട്ട് ചെയ്ത് സാമ്യം വരുന്ന രീതിയിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒറിജിനാലിറ്റി വിടൂല. ഒറിജിനാലിറ്റിയേ വിടൂല. ഒറിജിനാലിറ്റി വിട്ടാൽ പോയി. എന്നാലും ഇതിന്റെ ബ്രേക്കൊക്കെ ഞങ്ങൾ വണ്ടി ഓടിക്കണമല്ലോ. അപ്പൊ ബ്രേക്ക്, ഇതിന്റെ ബ്രേക്ക് പഴയ ബ്രേക്ക് ആണെങ്കിൽ സക്സസ് ആവും, കിട്ടൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതില് മാരുതി ഒമിനിയുടെ ബ്രേക്ക് സിസ്റ്റം സെറ്റ് ചെയ്തേക്കാണ്. ഇതിന്റെ ഫ്രണ്ട് രണ്ടും അപ്പൊ പക്ക ബ്രേക്കായി. പിന്നെ ഈ ജിപ്സിക്ക് നിങ്ങളുടെ അടുത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ജിപ്സിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഇതിലിപ്പോ അതന്നെ മെയിൻ അല്ലേ? ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടിക്ക് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പണി എന്തെങ്കിലും? പല വണ്ടികളും മോഡൽ മാറ്റി അതിന്റെ പുതിയ മോഡലാക്കി ഇതൊരു മോഡൽ മാറ്റാൻ വേണ്ടിട്ട് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോസ് എനിക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ആക്കി കൊടുക്കണം. ഇതൊക്കെ ഇപ്പൊ ഭയങ്കര വിലയായി ഈ വണ്ടിക്കൊക്കെ. ഈ അടുത്തിടയ്ക്ക് ഞങ്ങളൊരു കക്ഷി 5 രൂപ ചോദിച്ചിട്ട് 5,35,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 5,35,000 രൂപയ്ക്ക് കൊടുത്തുള്ള അയാൾ. ഈ 124 ഡെയിലി ഉപയോഗിക്കാം. ഡെയിലി യൂസ് ആണല്ലേ? വണ്ടിയും
മെനങ്ങാന്നൊന്ന് ഒരു പാർട്ടി വന്ന് 6 രൂപ പറഞ്ഞിട്ട് പോയിക്കണം. 6 രൂപ അല്ലേ? ശരി. 8 രൂപ ചോദിച്ച് ലാസ്റ്റ് 7 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് 7 രൂപയ്ക്ക്. പിന്നെ പിന്നെ ഇതിനകത്ത് ഇതൊക്കെ പണിക്ക് വന്നാലേ ഫുള്ള്. പിന്നെ വണ്ടികൾ വേറെ കിടപ്പുണ്ട്, വേറെ ഉണ്ടല്ലേ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വണ്ടി ചോദിച്ചാൽ പുള്ളിക്കാരൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. അത് ഏത് വണ്ടിയാണെങ്കിലും. ഇനിയിപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വണ്ടികളാണെങ്കിൽ ആശാനെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്തു തരും. അതെങ്ങനെയാ വെച്ചാൽ ഇതിന് നമ്മൾ ഇതിന്റെ എഞ്ചിൻ കയറ്റുന്നുണ്ട്. ടൊയോട്ട എഞ്ചിൻ, ടൊയോട്ട കോളിസിന്റെ എഞ്ചിൻ കയറ്റുന്നു. കോളിസിന്റെ എഞ്ചിൻ. വേറെ ഏതെങ്കിലും വണ്ടിക്ക് എഞ്ചിൻ കയറ്റി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും? കളറാണ് ഇതെന്ന് പറയാനും പറയാം. ഇത് വരെ സ്വന്തം വണ്ടി കേട്ടോ. ഇത് ഒറിജിനൽ പെയിന്റ് ആണ്. ഇത് കണ്ടോ, ഇതാണ് ഒറിജിനൽ. ഇത് രണ്ടാമത് അടിച്ചേക്കണം, അത് ഇളകി പോകുന്നുണ്ട്. അപ്പൊ ഇത് ഒറിജിനൽ കളറാണ്. ഇത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ നിങ്ങളിതായ എന്തെങ്കിലും പണികൾ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ വന്നിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തോളമായി. 12 വർഷം ഇതില് ഞാൻ 1-2 പ്രാവശ്യം ടെസ്റ്റ് CF ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യത്തില്ല, വല്ലപ്പോഴേക്കൊക്കെ ഇതിപ്പം മെനങ്ങാന്നൊരു 10-80 കിലോമീറ്റർ ഓടി. ഇനിയിപ്പോൾ ഞായറാഴ്ച ഒരു 10-200 കിലോമീറ്റർ ഓടും. ഈ വണ്ടി ഉപയോഗിക്കുന്നവരടുത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നൊന്ന് പറയാമോ? മെയിൻ്റെനൻസ് ഒന്നുമില്ല. നമ്മൾ പിന്നെ ക്ലച്ച് യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യുക, അത്യാവശ്യം ഓവർ സ്പീഡ് ചെയ്യാതിരിക്കുക. എന്നാലും എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാം. ഇതിൽ അത്യാവശ്യം ഒരു മിനിമം ഒരു 50, 60, 40, 50, 60 ഈ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ലാസ്റ്റ് ചെയ്യും. ബമ്പിലും കട്ടലൊന്നും ഓവറായിട്ട് കൊണ്ട് അടിച്ചിടാതിരിക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ മാറ്റിയിട്ടുള്ള പാർട്സ് എന്തെങ്കിലും? കുറേ പാർട്സ് ഞാൻ ഇത്രയും ഇതായിട്ടും ഞാൻ ചുരുക്കം പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലച്ചിന്റെ ഗിറ്റുകൾ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഹൈഡ്രോളിക് ക്ലച്ച്. പിന്നെ ഇതിൽ ചുരുക്കം പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ബ്രേക്കിന്റെ പാർട്സിലൊന്നും അങ്ങനെയൊന്നും വരത്തില്ല. അതൊക്കെ ഇളക്കി ഒരു 5 വർഷം 6 വർഷം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും മാറേണ്ട കാര്യമില്ല. പിന്നെ ക്ലച്ചൊന്നും മാറിയിട്ടില്ല, പിന്നെ എഞ്ചിൻ പാർട്സ് മാറിയിട്ടില്ല, ഓയിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഓസുകൾ ചിലപ്പം ഓസൊന്നും പൊട്ടാറില്ല. ഓസൊന്നും വേറൊരു സംഭവം. പിന്നെ കമ്പനി ക്ലച്ച് അന്ന് തൊട്ട് ഇതുവരെ അല്ല, ഇതിന്റെ ഇടയ്ക്ക് മാറിക്കാണും. നമ്മൾ മാറിയിട്ടില്ല. നിങ്ങൾ മാറിയിട്ടില്ല. ഇത്ര 12 വർഷത്തോളം ഇത് ഒന്നും മാറിയിട്ടില്ല, ക്ലച്ച് മാറിയില്ല. ഒരു ഡാം ഇതിന്റെ ഞാൻ എപ്പോഴും കണ്ടോ, ഇത് കണ്ടോ ഓയിൽ കുളിപ്പിക്കാൻ ഇതൊക്കെ കണ്ടോ. ഇതിന്റെ ഗ്ലേസിങ് കണ്ടോ, പക്ക ഗ്ലേസിങ് ആണ്. കാര്യം ഇത് ഞാൻ മഴയത്തേക്ക് കിടക്കണോണ്ട് ഓയിൽ അങ്ങ് അടിച്ചിട്ട് മൊത്തത്തിൽ പാച്ച് വർക്ക് എന്ന് പറയുന്ന സംഭവം ഇതിൽ വരെയും. ഇത് പാച്ച് വർക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓയിൽ മുക്കി വെച്ചേക്കാണ് ആശാൻ. കാരണം വെച്ചാൽ തുരുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഐഡിയ കേട്ടോ. അപ്പോൾ ഇതേമാതിരിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇതുപോലൊരു സാധനം എന്നും നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റും. ഒറിജിനൽ ബെൻസിന്റെ ഗ്ലാസ് ആണ്. ഒറിജിനലാട്ടോ എല്ലാം. നല്ല ടെമ്പറാട്ടോ എല്ലാ സാധനങ്ങളും. ഇന്ത്യയിലൊക്കെ അതുപോലെ തന്നെ ഉണ്ട് എല്ലാം. AC എല്ലാം വർക്കിങ്ങാ? എല്ലാം വർക്കിംഗ് ഇതിന്? ഡോറൊക്കെ എന്താ വെയിറ്റ്. ഇതാണ് വണ്ടി. അങ്ങനെ ബമ്പ് ചാടിയെന്നേ അറിയില്ല. ഞാനത് നല്ല ആക്സിലേറ്റർ ഹൈവേയിലൊക്കെ നല്ല ആക്സിലേറ്റർ കൊടുത്ത് പോയിട്ടുണ്ട്. വണ്ടി കണക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സുഖമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഇത് എടുത്തതിന് ശേഷം ലോങ് പോകുമ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ്? ലോങ് ഒക്കെ പോകുമ്പോൾ എങ്ങനെ കംഫർട്ടാണോ? ഒരു വിഷയമില്ല, ഒരു ക്ഷീണോ മറ്റുള്ള കാര്യങ്ങളോ യാതൊന്നുമില്ല. മൈലേജ് ഒക്കെ എത്ര? മൈലേജ് ഒരു ലോങ് ഒക്കെ പോണെങ്കിൽ ഒരു 10. ഡീസൽ അല്ലേ? ഡീസൽ 10. എത്ര CC ഇത്? 1600. അപ്പോൾ ഇവരെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.